നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് സദ്യയ്ക്കുള്ള നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മാതള നാരങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. നാരങ്ങ ക്ലീൻ ചെയ്തു അതിൻ്റെ സീഡൊക്കെ എടുത്ത് കളഞ്ഞ് വച്ചിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ട് ഇതിനെ കട്ട് ചെയ്യാം. മാക്സിമം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അച്ചാറിന് വേണ്ടി ഒരു 5 പച്ചമുളകും അരിഞ്ഞു വയ്ക്കാം. അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ ഒരു ഉരുളി വെച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങ നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ പച്ചമുളകും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഈ നല്ലെണ്ണയിൽ കിടന്ന് നല്ല മൂത്ത് വരണം. ഏകദേശം ഇത്രയും നാരങ്ങ ഒന്ന് റെഡിയായി വരാൻ ഒരു 45 മിനിറ്റ് 50 മിനിറ്റോളം എടുക്കും. അത്രയും നേരം ഇത് ഈ എണ്ണയിൽ കിടന്ന് നല്ല വരട്ടി തന്നെ എടുക്കണം. അങ്ങനെ നമ്മുടെ നാരങ്ങ 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി. അത് നല്ലെണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് റെഡിയായി കിടക്കുകയാണ്. പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂണ് കായപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നല്ല വൃത്തിയായി ഇതിൽ പിടിച്ച് പച്ച മണം മാറുന്നത് വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം തിളപ്പിച്ച വെള്ളം, ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നാരങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അല്പം കൂടെ ഗ്രേവി ഒന്ന് പറ്റി തിക്കാവുമ്പോഴേക്കും നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടു താളിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല തെളിഞ്ഞ് മേളിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കടു താളിക്കാം. കടു താളിക്കാനായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3 വറമുളക്, 2 തണ്ട് കറിവേപ്പില ഇത്രയിട്ട് അങ്ങനെ നമുക്ക് കടുക് വറുപ്പൊഴിച്ച് നാരങ്ങ അച്ചാർ ഫിനിഷ് ചെയ്ത് മാറ്റാം. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നാരങ്ങ അച്ചാർ നിങ്ങളും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.